90+ My Tuition app 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. ഹലോ അണ്ണാ ഓയ് മധുമതി രാഘവ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയണ്ട. ഇത് സത്യം വേണോ? കുട്ടിയുടെ പേരാണ് മധുമതി. തന്നെ അറിഞ്ഞില്ല. അത് മധുമതി അമ്മ പുള്ളിക്ക് അതൊക്കെ ആദ്യമായിട്ടാണ് തുടല്ലേ. ഈ ഹൃദയത്തിൽ ഒരു ഗായകൻ, ഒരു കവിയുണ്ട്, ഒരു കവി ഹൃദയമുണ്ട്, ഒരു കള്ളനുണ്ട്. ഒന്നും പറയണ്ട. റൂട്ട് മാറിപ്പോയി. അല്ല, റൂട്ടൊന്നും മാറിയിട്ടില്ല. കറക്റ്റ് അല്ലേ മധുമതി? അമ്മ നിങ്ങളെ ഒന്ന് വിട്ടോളെ. ഇതൊരാനയല്ല, അല്ല. ഇതൊരു ചേനയുമല്ല, അല്ല. ഇതൊരു കാച്ചിലുമല്ല, അല്ല. അല്ല, ഇതൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ മനുഷ്യ? എനിക്ക് ഭ്രാന്തില്ലാന്ന് അറിയിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നാ നിങ്ങൾക്ക് ഭ്രാന്തുണ്ട്. അത് ആനയും തന്നെ, അത് വലിയ ചേനയും തന്നെ, ഇത് കാച്ചിലും തന്നെ. അപ്പൊ നിങ്ങൾക്ക് ഭ്രാന്തുണ്ട്. കറക്റ്റാണ് നിങ്ങൾ പറയുന്നത്. സത്യം, നിങ്ങൾക്ക് ഭ്രാന്തുണ്ട്. മധുമതി പിടിക്കല്ലേ ഇത്? എന്തോ ഇത് എന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്നെ ഒരു IAS ആക്കണമെന്ന്. എന്നിട്ടെന്താ, എനിക്ക് ഫ്ലൂ പിടിച്ചു പോയി. അപ്പൊ എന്തെടുത്തു? ഇഞ്ചക്ഷൻ എടുത്തു, ബ്ലഡ് എടുത്തു, ECG എടുത്തു, പിന്നെ തലയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് സ്കാനും ചെയ്തു. അല്ല, ഈ സത്യത്തിൽ ആരുടെ വേഷമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? അവര് ചോദിച്ച കേട്ടില്ലേ നമ്മൾ ഏത് ഫിഗറാ ചെയ്തതെന്ന്? നമ്മുടെ പാട്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പാട്ട് കേട്ടോണ്ടാണ് നമുക്ക് ഡൗട്ട് അടിച്ചത്. ഈ പാട്ട് മാറ്റിയിട്ട് വിയറ്റ്നാം കോളനിയിലെ പാട്ടിട്ടിരുന്നെങ്കിലേ കറക്റ്റ് കോട്ടുമുക്കറി. കോട്ടുമുക്കറി അല്ല, കോട്ടുമുക്കറി മരിച്ചു. ഇത് കോട്ടുമുക്കറിക്ക് ഒന്നുമില്ല. അമ്മ മിക്കവാറും കോട്ടുമുക്കിനെ ഞങ്ങൾ കൊല്ലും. അതൊക്കെ പോട്ടെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്നെ കാണാൻ മീനിനെ പോലെ ഇല്ലേ? കറക്റ്റ് മീന്, നല്ല ഒമാൻ മത്തി പച്ചക്ക് കൊണ്ടുവച്ച ഐസിനകത്ത. റിംഗ് ടോണും അത് തന്നെ കേട്ടാ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളെയൊക്കെ മറന്നോ? ഇടുക്കിയിലെ പ്രധാനമന്ത്രിയാ. ഞാനും മധുമതിയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. ആ റോഡൊക്കെ ഒന്ന് നന്നാക്കി ഇടണേ. ഞങ്ങള് ബോട്ടിലാണ് വരുന്നത്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. എന്തിനാ ഇടുക്കി പോണ? എന്തിന്? മോരും വെള്ളം കുടിക്കാൻ. എന്നാലേ കെട്ടറങ്ങോളൂ, അവിടെ ചെന്നിട്ട് കുടിച്ചല്ലേ. അമ്മ അല്ല, അങ്ങനെ പിടിച്ചങ്ങ് കൊല്ലം. അതാണ് നല്ലത്. അല്ല, വിടണ്ട. അങ്ങനെ എന്ത് പറയട്ടെ. ഒരു വെറൈറ്റി പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ സുധിച്ചേട്ടനും അതുപോലെ തന്നെ മൃദുലയും നമുക്കായിട്ട് സമ്മാനിച്ചത്. ഒരു വലിയ കൈ കൊടുക്കാം. അടിപൊളി, സൂപ്പർ എടുക്കണായിരുന്നു അല്ലേ? പക്ഷെ സംഭവം എന്ന് പറഞ്ഞാൽ സുധീറിന്റെ ഡാൻസ് അറിഞ്ഞുകൂടാതെ കളിച്ചതാണ്. കറക്റ്റ് കൊല്ല സുധി. എവിടെ എന്തൊക്കെ പറഞ്ഞാലും മൃദുല ആക്ച്വലി പ്രൊഫഷണൽ ഡാൻസറാ. മൃദുലയുടെ കൂടെ കട്ടക്ക് പിടിച്ചേക്കാന്ന് പറഞ്ഞാൽ ആരും ഒന്ന് പേടിക്കും. പക്ഷെ സുധിച്ചേട്ടാ, ആ സ്റ്റെപ്സ് ഒക്കെ ഉണ്ടല്ലോ കറക്റ്റ് കൂടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തോണ്ടിരിക്കുന്നു. അടിപൊളിയായിരുന്നു. ഞാൻ തന്നെ ഷോക്കായി പോയി. പ്രാക്ടീസ് സമയത്തെ ചേട്ടനെ കളിക്കുമെന്ന് എനിക്ക് അറിയണുണ്ടായില്ല. അപ്പൊ സ്റ്റെപ്പൊക്കെ ഞാൻ മറന്നു പോകുന്ന ചില സംഭവങ്ങളൊക്കെ പുള്ളിക്കാരൻ ഇട്ട് കാണിച്ചു തരാ എനിക്ക്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഷോക്കായി പോയി. ആള് നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പൊ ഹാപ്പി. അല്ല, എപ്പോഴും ഓർമ്മശക്തി ഉണ്ടല്ലോ, അത് മതി. അതുണ്ട്. ശ്രീനിവാസൻ ചേട്ടൻ അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടർ ചെയ്യാന്ന് പറയുമ്പോ ഒരു കാര്യം വരട്ടെ, ജസ്റ്റ് ആ കുണുക്കിട്ട കോഴി അതൊന്ന് ജസ്റ്റ് ഒന്ന് മാൻഡ്രസംസ് കാണിച്ച് വോയിസും കൂടെ ഒന്ന് കോഴി കോഴി കുന്നിൻചരുവിലെ പയറ്റാട്ടി. അത്രേ അറിയുള്ളൂ. നീ കേട്ടോ നീ കേട്ടോ. നീ കേക്കാൻ പോണതേ കൊറേ കേക്കാൻ പോണതേ. എന്റെ സുധീർ ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ അത് ആരിക്കാര് ചെയ്യാൻ. ഈ സ്റ്റാർ മാജിക് അറിയാലോ. ഒരാള് മുഖത്ത് നോക്കി പറയണം നല്ലതാണ്. എന്തായാലും
പക്ഷെ ഈ സ്റ്റെപ്പ് പോവാൻ സാധ്യതയുണ്ട്. എങ്ങോട്ടാ? ഈ ഡാൻസ് ആ വഴിയിലേക്കുള്ള ചേട്ടൻ കണ്ടുപിടിക്കണം. നീലറ്റി എന്തായാലും ഇവരുടെ രണ്ടുപേരുടെയും സുധിച്ചേട്ടന്റെയും അതുപോലെ തന്നെ മൃദുലയുടെയും ഈ ഒരു പെർഫോമൻസ് അടിപൊളി ആയതുകൊണ്ട് ഇവർക്കൊരു സമ്മാനം. അതിനൊരു ആചാരം അല്ലേ? കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊരു സമ്മാനമാണ്. സമ്മാനം എടുക്കട്ടെ. എന്റെ മനസ്സിലാണ് ഏകദേശം ഈ ഭാഗത്താണുള്ളത്. ശ്രദ്ധിച്ചു കേട്ടോളൂ. അതായത് ഉദയനാണ് താരം എന്ന് പറയുന്ന സിനിമയിലെ മെയിൻ രണ്ട് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഉദയനും അതുപോലെ തന്നെ നമ്മുടെ രാജപ്പനും ആണല്ലോ. അപ്പോ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ചു കേൾക്കുന്ന ഒരു കഥയാണ് കേട്ടോ. അതായത് ഉദയൻ ഇങ്ങനെ വർഷങ്ങളായിട്ട് നല്ലൊരു ത്രെഡ് ഇട്ട് ഒരു പ്ലോട്ട് ഇട്ട് ഇങ്ങനെ തിരക്കഥ എഴുതല്. ഓക്കെ, ഈ തിരക്കഥ എഴുതി ഭദ്രമായിട്ടൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ രാജപ്പൻ എന്ത് ചെയ്തെന്നുണ്ടെങ്കിൽ രാജപ്പൻ അത് പോയിട്ട് ഈ തിരക്കഥ അടിച്ചു മാറ്റിയിട്ട് ഈ തിരക്കഥയും കൊണ്ട് ഓട്ടം. എന്റെ തിരക്കഥ എന്ന് പറഞ്ഞിട്ട് വേറെ ആൾക്ക് കൊടുക്കാലോ. ഓക്കെ, ഭാഗ്യത്തിന് ഇത് നമ്മുടെ ഉദയൻ കാണുകയാണ് ചെയ്യണേ. ഓടിക്കൊണ്ട് പോണേ രാജപ്പന്റെ പിന്നാലെ അങ്ങോട്ട് വച്ച് പിടിക്കുകയാണ്. അങ്ങനെ നേരെ ഈ രാജപ്പൻ ഇങ്ങനെ ചെന്ന് കയറിയത് ഒരു റൂമിലേക്കാ. അപ്പൊ ഉദയൻ എത്തിയതും ആൾക്ക് ഏകദേശം ഒക്കെ തീരുമാനമായി നമ്മുടെ രാജപ്പൻ ഈ റൂമിൽ തന്നെ ഉണ്ടെന്നുള്ളത്. പക്ഷെ ആ റൂമിന്റെ ഉള്ളിൽ അരിച്ചു പറക്കിയിട്ടും ഈ രാജപ്പനെ കാണാനില്ല ഉദയന്. പിന്നെ എന്ത് ചെയ്തെന്നുണ്ടെങ്കിൽ ഈ രാജപ്പൻ പുറത്ത് ചാടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതായത് പുറത്തുനിന്ന് ഡോർ ലോക്ക് ചെയ്തു. എന്നിട്ട് ഈ രാജപ്പൻ അതായത് ഡോർ തുറക്കാൻ വേണ്ടി നോക്കുമ്പോ ഇത് പൂട്ടിയിട്ടിരിക്കുക എന്നുള്ളത് മനസ്സിലായി. രാജപ്പൻ എങ്ങനെ പുറത്ത് കിടക്കും? ചേട്ടാ ട്രൈ ചെയ്യൂ. ഉദയന്റെ ഈ പൂട്ട് എങ്ങനെ രാജപ്പൻ? ഉദയനും രായപ്പനും ഭയങ്കര ഉടക്കല്ലേ? അതെ, അവര് തമ്മിൽ ഭയങ്കര പ്രശ്നമല്ലേ? പക്ഷെ സ്ക്രിപ്റ്റ് അടിച്ചുകൊണ്ടേ. അതെ, അതായത് ഇവര് തമ്മിൽ പ്രശ്നമാണെന്ന് എനിക്കറിയാം. പിടിച്ചു മാറ്റാൻ പോയി എനിക്കും രണ്ടെണ്ണം കിട്ടി. പിന്നെ ഞാൻ അവരുടെ മുണ്ടൂല, അവരുടെ കാര്യത്തിൽ ഞാൻ ഇടപെടും. അവരെ പാടെ അവരെ കേട്ടിട്ട് നമ്മുടെ ഇനി ആ കാര്യം ചോദിച്ചിട്ട് എന്റെ അടുത്ത് വരരുത്. എനിക്കത് ഇഷ്ടമല്ല. ഇത്രയും സംസാരിക്കണമായിരുന്നടാ. ഒറ്റ വാക്ക് പറഞ്ഞാൽ പോലെ അറിഞ്ഞുകൂടാന്ന്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങള് ഹയർ ലെവലിൽ ചിന്തിക്കരുത്. എന്റെ ലെവലിലേക്ക് ഇറങ്ങി വരൂ. പേരിടാറില്ല. ആ പടത്തിന്റെ പേര് ഡോറുകൾ എന്നാണോ? അല്ല, മതിലുകൾ. എല്ലാരും അപ്പൊ പിടിച്ചിരുന്നോളൂ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട്. ഞാൻ പറയട്ടെ, ഇത്രേ ഉള്ളൂ. അതായത് ആ ഡോർ തുറക്കണമല്ലോ. അതായത് രാജപ്പൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ് പെട്ടെന്ന് ഒരു എലി. അപ്പൊ ഇപ്പുറത്താണെങ്കിൽ ഒരു വടിയും കിടക്കുന്നുണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല, ആ എലിക്കിട്ടിട്ട് രണ്ടടി കൊടുത്തപ്പോഴേക്ക് എലി അപ്പൊ അത് ഒരു പാട്ട് പാടട്ടാ. ചില്ലുമേടയിലിരുന്നെന്നെ പാമ്പുകൾക്ക് മാളമുണ്ട്, ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. ഇതിനൊക്കെ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിടടേ. തീർന്നിട്ടില്ല, എന്റെ കയ്യിൽ ഒരു ഉത്തരം കൂടി ഉണ്ട്. ശരി, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. ആ ഒരു ഉത്തരം ഞാൻ ഇനി പറയുന്നില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു പെർഫോമൻസോട് കൂടി നമ്മൾ ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ഓൾ ഓഫ് യു ആൻഡ് നൗ യു ആർ വാച്ചിങ് സ്റ്റാർ മാജിക്. ഇനി കളർ മാറാണ് മോനെ. ഇനി നമ്മൾ കളിക്കാൻ പോണ ഒരു ഗെയിമിന്റെ പേര് എന്ന് പറയുമ്പോ ഈന്തപ്പഴവും 8 കാലികളും. എന്താ പറയാണ്ടല്ലോ എന്റെ അടുത്ത്? അല്ല, നല്ല പേര്. ഈന്തപ്പഴം 8 കാലികൾ. അതെ, ഇനി ഇത് എങ്ങനെയാണ് അർത്ഥവത്താവണേന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു ടീമിൽ നിന്ന് 2 പേരായിരിക്കും കളിക്കാൻ വരണ്ടായിരിക്കാം. നമ്മൾ ഇവിടുന്ന് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യണ്ടായിരിക്കാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ കിടക്കുവേ ഒരാളെ, ആൻഡ് ഇവിടെ ഒരാള് കാലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അപ്പൊ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പോണം. ഒരു എന്താ പറയുക, 8 കാലി മോഡലാവുമല്ലോ. അങ്ങനെ പതുക്കെ നടന്ന് ഇവിടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ടുണ്ട്. കേക്ക് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യില്ലേ? പക്ഷെ അതല്ല താരം. അതിന്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് കിട്ടും? ഈന്തപ്പഴം. എന്താണ് അനു കാല് ഭയങ്കരമായിട്ട്? അല്ല, 3 ഈന്തപ്പഴം എടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളൂ. അനു, ഈന്തപ്പഴത്തിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണേ? ഈന്തപ്പഴം എന്ന് പറയും. ഞാൻ പേരത്തപ്പഴം എന്ന് പറയും. പേരത്തപ്പഴം. തൽക്കാലം ഞാനിവിടെ ഈന്തപ്പഴം അഥവാ ഡേറ്റ്സ് എന്നാണ് പറയണേ. അതറിയുള്ളൂ. മൂവിംഗ് ഓൺ ടു ദി ഗെയിം, ഈന്തപ്പഴവും 8 കാലിയും. Countdown please. 3, 2, 1. അതേപോലെ വെരി ഗുഡ്, സൂപ്പർ.
ഇതെന്താണോ മറ്റാ ഇതാ ജടായു ജടായു ജടായു. ആ കേട്ടോ കേട്ടോ കേട്ടോ. പൊക്ക, പൊക്ക, പൊക്ക. അനു നീ കറക്റ്റില്ല പേപ്പട്ടി അടിച്ചിരിക്കും. അയ്യോ ഡോബി ഡോബി ഡോബി. അയ്യോ തമ്പുരാജ് വാനമ്പാടി സീരിയലിൽ നിന്നാ മതിയായിരുന്നു. അതാവുമ്പോ സജക്ഷനും ഗ്ലോസും കൊണ്ട് രക്ഷപ്പെടാം. ഇതാവുമ്പോ ഇഴയണം നടക്കണം. അനു എന്തിനാണ് ഈ കാണിക്കണെ? വലിച്ചടിച്ച് എറിയടാ പാളങ്ങളാണോടാ അനുവിനെ കൊണ്ട് ആ പട്ടണത്തില്. ആ എന്തോന്നു അനു എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ഇങ്ങനെ പറഞ്ഞാ മതി. ശരി, അപ്പൊ ഇതെല്ലാം ഈ ഒരു റൗണ്ട് കഴിയുമ്പോ 3-3 ആയിട്ടാണ് പോയിന്റ്. അതായത് 13 വയസ്സുകാരിയും 20 ബാക്കി ഞാൻ പറയണില്ല വയസ്സുകാരിയും, അതായത് ഓൾ ടോട്ടൽ 3 പോയിന്റ്സ് വെച്ചിട്ടാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. ഗുഡ് ജോബ്. അടുത്ത റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ ടീമിൽ നിന്ന് വരാൻ പോണേ നമ്മുടെ ക്രിട്ടിക്കയും അതുപോലെ തന്നെ അസീസ് കെയും ആൻഡ് ഈ ടീമിൽ നിന്ന് വരാൻ പോണേ ഹലോ നമ്മുടെ ഡോബി ചേട്ടനും അതുപോലെ തന്നെ നമ്മുടെ സാധിക്കും പൊളിക്കും പൊളിക്കും. ഈന്തപ്പഴവും മെട്ടുകളിയും സെക്കൻഡ് റൗണ്ടിലേക്ക് നമ്മൾ പോണു. ഇവർക്കുള്ള കൗണ്ട് ഡൗൺ പ്ലീസ്. സമയമുള്ളൂ. വെരി ഗുഡ് ക്രിട്ടിക്കൽ. അറമാനയില് മണല് കൊണ്ടുപോകും പോലെ. സാധിക ഇനിയുണ്ട്, കുറച്ചുകൂടെ ഉണ്ട്. ഒന്നിട് എടുത്തേക്ക് പറയണേ, തിരിഞ്ഞു നോക്കി പറയണേ എന്നാ നോക്കട്ടെ. ഇനി അറവാന കൊണ്ട് വെക്കണം. എന്റെ ഭാര്യ ഒന്ന് കട്ടിൽ പിടിച്ച് നീക്കാൻ പറഞ്ഞാ ചെയ്യാത്ത ഞാനാണ്. നിന്നെ വലിച്ചോണ്ട് ഇവിടെ കംപ്ലീറ്റ് കാലുപൊക്ക. ഓക്കേ, ഓൾ ടോട്ടൽ 2 പോയിന്റ്സ് അവിടെ, 1 പോയിന്റ് ഇവിടെ. സോ ഒന്ന് ഫസ്റ്റ് ഞങ്ങൾ ഒന്ന്, നിങ്ങൾ 2 സെക്കൻഡ്. അങ്ങനെയല്ല, എന്നാ? ഏറ്റവും കൂടുതൽ ഈന്തപ്പഴം എടുത്ത ടീമല്ലേ ജയിക്കുക. അപ്പൊ അവിടെ 2 ഇവിടെ 1. ഞാൻ എന്റെ കൊച്ചിനെ ഛർദിലായിട്ട് ആശുപത്രിക്ക് കൊണ്ടുവരുന്നു. അല്ല ഞാൻ ചോദിക്കട്ടെ, ഭാര്യ എന്താ കട്ടിലെടുത്ത് വെക്കാൻ പറഞ്ഞ? ഭാര്യ കട്ടിലൊന്ന് അങ്ങോട്ട് നീക്കാൻ പറഞ്ഞാൽ ചെയ്യാത്ത ഞാനാണ്. അതിങ്ങനെ ഭാരത്തില്ലാത്ത അറവാന ഓട്ടിക്കുമ്പോ എന്റെ ഇത്രയും വെയിറ്റ് ഗോപിചേട്ടന്റെ കയ്യിലായിരുന്നു മൊത്തം. എത്ര കിലോ? നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ 65. ആൾക്കാർ പറഞ്ഞു നിനക്ക് വെയിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത്ര വിശ്വസിച്ചില്ല. എന്തോ നീ അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പാവട്ടോ. ആ അങ്ങനെയാണെങ്കിൽ മോളെ തൃശ്ശൂർ ഇങ്ങനെ പോയാൽ മതി, ഒരാളെ അസീസ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു ഭാര്യ ഇതുപോലെ കട്ടില് പിടിച്ചിടാൻ പറയുമ്പോ? ഞാൻ കട്ടിലൊക്കെ പിടിച്ചിടാറുണ്ട്. അതിന്റെ ഒരു പരിശീലനമായിരിക്കാം എനിക്ക് വളരെ ഈസി ആയിട്ട് ഒരു കുട്ടിയെ അവിടെ കൊണ്ടുപോവുകയും. കോൺഗ്രസിന് പോകണമെന്ന് പറയാം. എന്തായാലും നന്നായിട്ട് ചെയ്തു. ഗുഡ് ജോബ്. Thank you. ടീമാണ് ഇപ്പൊ സ്കോർ ചെയ്തോണ്ടിരിക്കുന്നത്. യെസ്, അപ്പൊ ഇതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അടുത്ത റൗണ്ട്. ആൻഡ് ഇവർക്കുള്ള കൗണ്ട് ഡൗൺ പ്ലീസ്. സൂപ്പർ സൂപ്പർ കേട്ടാ. പതുക്കെ റിലാക്സ് ചെയ്തിട്ട് പതുക്കെ 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 പതുക്കെ. പറ്റും 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 ചേച്ചി പറ്റും 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 ചേച്ചി പറ്റും ചേച്ചി പറ്റും ചേച്ചി ആ വാ ചേച്ചി വാ വാ തുപ്പ തുപ്പ അൽതുപ്പ അൽതുപ്പ തിന്നന്ന് കുരു 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 മൂക്കിന്ന് മാറ്റ് എടുത്തോ എടുത്തോ സുധി അണ്ണ.
അണ്ണാ മൂക്കിലാക്കല്ലേ. എടുത്താ എടുത്താ. അതെ നല്ല ഹാൻഡ് പവർ ഉണ്ട്. ഓ ബോള് ഒരു അട്ട ഇളഞ്ഞു പോടാ. അണ്ണാ പെട്ടെന്ന് വെക്കാം. വെരി ഗുഡ്. രണ്ടെണ്ണം. ഓക്കെ അടിപൊളി. ഒന്നും കൂടെ എടുത്താൽ നമ്മൾ ജയിച്ച്. അണ്ണാ സുധീർണ്ണ പതുക്കെ. ഈന്തപ്പഴം എത്ര ഇഷ്ടമാണ് ഈ പറഞ്ഞുകൂടായിരുന്നു. പൊതിഞ്ഞ് വീട്ടിലേക്ക് തരില്ലേ? തിന്നുപോയി അറിയാതെ. അയ്യോ പിന്നെ ഡേറ്റ്സ് അങ്ങനെ ഇഷ്ടം പിടിച്ചിരിക്കണം. ലക്ഷ്മി ആ കിടക്കണ കുരുവാണോ അണപ്പല്ലാണോ നോക്കിയുണ്ട്. ഈ റൗണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 points ഈച്ച് ആണ്. എന്നാലും 1 point കൂടുതൽ അസിസ്കയുടെ ടീമിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇപ്പൊ ജയിച്ചുകൊണ്ടിരിക്കുന്നത് അസിസ്കയുടെ ടീമാണ്. ഗുഡ് ജോബ്. ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ സ്പിരിറ്റ് ഇത്രയും കൂടെ കൂടാനായിട്ട് ഒരു ഫൈനൽ റൗണ്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ സ്റ്റാർ മാജിക് ഈ ഫ്ലോറിൽ ഏറ്റവും കൂടുതൽ പവർ ഉള്ള 2 പേര് എന്ന് പറയുമ്പോൾ ആരൊക്കെയായിരിക്കും? ഷിയാസും നവീനും. ഷിയാസ്കയും നവീൻ ചേട്ടനും എന്നാണ് 2 പേരും പറയണേ. ശരി, അപ്പം ഷിയാസും അതുപോലെ തന്നെ നവീൻ ചേട്ടനുമാണ് ഇനി വരാൻ പോണേ ഫൈനൽ റൗണ്ടിലേക്ക്. പ്ലീസ്. ഓക്കെ, അപ്പൊ ഇതിലും ഇനി നമ്മൾ ഇവർക്കുള്ള കൗണ്ട് ഡൗൺ കൊടുക്കാൻ പോവാണ്. സോ കൗണ്ട് ഡൗൺ പ്ലീസ്. 2, 1. അയ്യോ ബാക്കിലോട്ട് ഞാൻ കൊണ്ടുപോകാം. ഒരു മിനിറ്റ് കൈ കൊണ്ടിടരുത്. കൈ കൊണ്ടെടുക്കരുത്. വല്ല ഓർമ്മയുണ്ടോ? 4. ഇവിടെ കളിച്ചത് ഇയാളും അല്ല 5 സോറി ക്ഷണിച്ചത് അതുകൊണ്ടാ. നീ നേരത്തെ പറഞ്ഞില്ലേ കോൺക്രീറ്റിന് പോയാൽ മതിയായിരുന്നു. തായ്ലൻഡിൽ പുല്ലറക്കാൻ പോയ കൊച്ചു ചെറുക്കൻ അനാക്കോണ്ടര വാലിൽ കെട്ടിയിട്ടുണ്ട്. ഈ ഒരു റൗണ്ടിൽ ടോട്ടൽ 5 തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇത് ഫൈനൽ റൗണ്ട് ആയിരുന്നു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പോയിന്റ്സും കൂടെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബ് ചെയ്യണം. സോ നമ്മുടെ ഋത്തിക കുട്ടി നേരത്തെ സ്കോർ ചെയ്ത ആ ഒരു പോയിന്റ് ശരിക്കും ടീമിലേക്ക് ആഡ് ഓൺ ആയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ടീം ജയിച്ചിരിക്കുകയാണ്. സോ കൃതിക ഓടി വന്നൊരു ഡാൻസ് സന്തോഷത്തില്. അതായത് നമ്മുടെ എപ്പിസോഡിന്റെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ we are saying bye from Star Magic co-powered by Eastern, Yamaha, Ulsav, Bonanza and Oreo. Good night.